വായിച്ചു കഴിഞ്ഞപ്പോൾ ഭക്തിയും കഷ്ടപ്പാടും കുറച്ച് രസവും കുറച്ചൊന്ന് ചിരിച്ചു പോയി. എന്തായാലും നല്ലൊരു അനുഭവമാണ്. നല്ല രസമുണ്ട്. നല്ല വൃത്തിയായിട്ട് എഴുതി അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. 7 പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഒക്ടോബർ 14 എൻ്റെ ഭർത്താവിൻ്റെ പിറന്നാളായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ പോയി ഭഗവാന്റെ പ്രസാദം കഴിക്കാമെന്ന്. രാവിലെ 9:30 പത്തിരിപ്പാലയിൽ നിന്നും ബസ് കയറി. 12:30 ഞങ്ങൾ ഗുരുവായൂരെത്തി. ഞങ്ങൾക്ക് ആകെ സംശയമായിരുന്നു. നട തുറക്കേണ്ട സമയമായി. നമ്മൾക്ക് വരിയിൽ നിന്നാൽ പെട്ടെന്ന് ഭഗവാനെ കാണാമെന്ന് ഞാൻ പറഞ്ഞു. ഒരു സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരൂ, എന്നിട്ട് ലൈനിൽ നിൽക്കാമെന്ന് പറഞ്ഞു. ലൈനിൽ നിൽക്കാതെ ഞങ്ങൾ ഉള്ളിൽ കയറി. ഞാനൊരു ചാനലിൽ പഴയ ഒരു മേൽശാന്തിയുടെ അനുഭവങ്ങളും വഴിപാടുകളും പറയുന്ന കൂട്ടത്തിൽ 21 പ്രദക്ഷിണം വെച്ചാൽ ഏത് ആഗ്രഹവും നടക്കുമെന്നും ഭഗവാൻ അനുഗ്രഹിക്കുമെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്നും പ്രാർത്ഥിച്ചാണ് ഇറങ്ങിയത്. ഭഗവാനെ, ഞാൻ 21 പ്രദക്ഷിണം നടത്താമെന്ന് പ്രാർത്ഥിച്ചു. 1 മണിയായപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് 21 പ്രദക്ഷിണം വെച്ച് ഭഗവാന്റെ പ്രസാദം കഴിക്കാമെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിറന്നാളായതുകൊണ്ട് ഭക്ഷണം കഴിച്ച് ലൈനിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ 21 പ്രദക്ഷിണം തുടങ്ങിയതിന് ശേഷമാണ് പറഞ്ഞത് കേട്ടോ. അത് ഞാൻ 3 പ്രദക്ഷിണം വെച്ചതിന് ശേഷം അദ്ദേഹം ദേഷ്യപ്പെട്ടു. വൈകുന്നേരം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പകുതിയിൽ നിർത്തി ഭക്ഷണത്തിനുള്ള വരിയിൽ നിന്നു. അവിടെ 2 മണിയായി ഭക്ഷണം കിട്ടിയപ്പോൾ. പിന്നെ ലൈനിൽ ഇരുന്ന് ശ്രീകോവിലിന് കയറാനിരുന്നു കേട്ടോ. അന്ന് 4:30 കഴിഞ്ഞാണ് ഞങ്ങൾ ഉള്ളിൽ കയറിയത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി. എൻ്റെ മനസ്സിൽ 21 പ്രദക്ഷിണം ഇന്ന് തന്നെ പൂർത്തിയാക്കണമെന്ന് ഭഗവാനെ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നമുക്ക് 21 പ്രദക്ഷിണം വെക്കുകയല്ലേ, അതിനുശേഷം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സമയം 5:30 PM ആയിരുന്നു. ബസ്സിൻ്റെ സമയമായിട്ടില്ല. മഴ പെയ്തു. ആകെ അവർക്ക് വെപ്രാളമായി. കാരണം ബസ് യാത്ര ചെയ്യാത്ത വ്യക്തിയാണ്. 21 പ്രദക്ഷിണം എണ്ണാൻ വേണ്ടി 21 കോയിൻ കയ്യിൽ പിടിച്ചിരുന്നു. 3 കോയിൻ ഉച്ചയ്ക്ക് പ്രദക്ഷിണം ചെയ്ത് ഭണ്ഡാരത്തിലിട്ടു. ബാക്കി 18 കോയിനാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. 21 പ്രദക്ഷിണം ഉച്ചയ്ക്ക് തുടങ്ങി വൈകുന്നേരം 21 പ്രദക്ഷിണം പൂർത്തിയാക്കാമെന്നാണ് എൻ്റെ വിചാരം, എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ച് 21 പ്രദക്ഷിണം തുടങ്ങി. അപ്പോഴേക്കും ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അദ്ദേഹത്തിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പ്രദക്ഷിണം വെച്ച് 18 പ്രദക്ഷിണം കഴിഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, 21 പ്രദക്ഷിണമായില്ലേ, ഇനി നിർത്താം, വീടെത്തണ്ടേ, ദീപാരാധനയ്ക്ക് സമയമായി, നമ്മളെ പുറത്താക്കും, ഇനി പ്രദക്ഷിണം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നെ പിടിച്ച് ഞങ്ങൾ പുറത്തു വന്നു. 21 പ്രദക്ഷിണം ഒന്നിച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു, ബസ്സിൻ്റെ സമയം അറിയില്ല, KSRTC സ്റ്റാൻഡ് അറിയില്ല, അത് എവിടെയാണെന്ന് ചോദിച്ച് ഗുരുവായൂർ പോലീസിനോട് ചോദിച്ച് വടക്കേ നടയിലൂടെ പലരോടും ചോദിച്ച് നടന്ന് KSRTC സ്റ്റാൻഡിലെത്തി. 7 മണിക്കാണ് ബസ് എന്ന് പറഞ്ഞു. പിന്നീട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പടിഞ്ഞാറേ നടയിലൂടെ ഞങ്ങൾ തെക്കേ നടയിലൂടെ നടന്ന് കിഴക്കേ നട വരെ എത്തി. യഥാർത്ഥത്തിൽ ഞങ്ങൾക്കറിയില്ല ബസ് സ്റ്റാൻഡ് എവിടെയെന്ന്. ഓരോ ഷോപ്പിലും ചോദിച്ചാണ് പോകുന്നത്. ഇരുട്ടായി കഴിഞ്ഞിരുന്നു. ഭഗവാന്റെ അടുത്ത് 3 പ്രദക്ഷിണം കൂടി കഴിഞ്ഞാൽ 21 പ്രദക്ഷിണം പൂർത്തിയാക്കുന്നതിന് പകരം ഭഗവാൻ ഞങ്ങളെ നഗരസഭ മുഴുവനും മമ്മിയൂർ വഴി ഞങ്ങളെ നടത്തിച്ചു, പ്രദക്ഷിണം ചെയ്യിപ്പിച്ചു. അപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ച് വലഞ്ഞ്, എൻ്റെ കൃഷ്ണ, എന്നെ എന്തിന് പരീക്ഷിക്കുന്നു, ഇനി നടക്കാൻ വയ്യ, ബസ്സും കാണുന്നില്ലല്ലോ ഭഗവാനെ, അങ്ങനെ പറഞ്ഞു നിന്നു. അപ്പോൾ എങ്ങനെ പോകുമെന്ന് ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മുന്നിൽ പാലക്കാട് ഒറ്റപ്പാലം എന്ന് ബോർഡുള്ള ബസ് നിർത്തുന്നു. ആരുമില്ല, അതായത് യാത്രക്കാർ ആരുമില്ല. കണ്ടക്ടർ വേഗം കയറിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങളെ ബസ്സിൽ കയറ്റി. വീട്ടിൽ വന്നതിന് ശേഷം പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഭയങ്കര പനി. എൻ്റെ കൃഷ്ണ ഭഗവാനെ, 21 പ്രദക്ഷിണം പൂർത്തിയാക്കാത്തത് കൊണ്ടാണോ പനി വന്നത്? അടുത്ത പ്രാവശ്യം വരുമ്പോൾ പൂർത്തിയാക്കാമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഒരു പ്രാർത്ഥിച്ച് 21 പ്രദക്ഷിണത്തിന് വേണ്ടി പോയതായിരുന്നു. പക്ഷേ ഭർത്താവിന് ദേഷ്യം പിടിച്ചതുകൊണ്ട് അങ്ങനെയിട്ട് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ ഭഗവാനാണെങ്കിൽ ഗുരുവായൂർ മൊത്തം നടത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ഷമയൊക്കെ വേണമല്ലേ ഗുരുവായൂർ പോകുമ്പോൾ. ഗുരുവായൂർ ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ, ക്ഷമയോടെ വളരെ നല്ല ശാന്തതയോടെ നല്ല മനസ്സോടെ പോയാൽ നിങ്ങൾക്ക് ഭഗവാനെ കാണാം. ഭഗവാൻ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുതരും. ചിലരുണ്ട് തൊട്ടതിനും എല്ലാം ദേഷ്യം പിടിക്കുന്നത്. ചിലരുടെ സ്വഭാവം അങ്ങനെയാണ്. ചിലർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ച് നമ്മൾ നിയന്ത്രിച്ച് ഇതൊക്കെ കൊണ്ടുവന്നാലേ നമ്മൾ ഭഗവാനായിട്ട് അടുത്തടുത്ത് കൈപിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. നല്ല അനുഭവമായിരുന്നു. എല്ലാവരിലേക്ക് എത്തിക്കുക. ഹരേ കൃഷ്ണ.